അങ്ങനെ വീണ്ടും ഒരു സൺഡേ ആയി. എല്ലാ ഞായറാഴ്ചത്തെയും പോലെ കുർബാന കഴിഞ്ഞ് സർബത്തും കുടിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ കയറാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് ഇത്തവണ എങ്ങോട്ടേലും പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആവാമല്ലോ. ഈ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ഇറങ്ങി, എന്നാൽ പിന്നെ കോഴിക്കോട് കണ്ടിട്ട് വരാം. സ്റ്റുഡിയോയിലാണെങ്കിൽ നല്ല ഓഫർ ഉണ്ടെന്നും കേട്ടു. അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ കയറാം. അവിടെയാണെങ്കിൽ ഓഫർ ഉള്ളതുകൊണ്ടാണോയെന്നറിയില്ല, എന്തെന്നില്ലാത്ത തിരക്ക്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല. ആസ് യൂഷ്വൽ കുറച്ച് ഡ്രസ്സ് എടുത്തു, ട്രയൽ ചെയ്തു, തിരിച്ചിറങ്ങി. പോകുന്ന വഴിക്കാണ് ഈ ഒരു കട കണ്ടത്. ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളവിടെ കയറി. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഐസ് ഉരുതിയതോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ സാധനമാണല്ലോ ഇത്. നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടമാണല്ലോ. എനിക്ക് റിഗ്രറ്റ് അടിക്കും ട്രൈ ചെയ്തില്ലെങ്കിൽ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇനി ഒരിക്കലും അത് കഴിക്കില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തു. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഓഫ് കാലിക്കറ്റ്, ഓർ വാട്ട് ഷുഡ് ഐ സേ, ഗോൾ ഓഫ് ദി ഡേ, മിഠായി തെരുവ്. മിഠായി തെരുവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ ഐ വാസ് സോ എക്സൈറ്റഡ് ടു സീ വാട്ട് ദറ്റ് പ്ലേസ് റിയലി ലുക്സ് ലൈക്ക്. പക്ഷെ എനിക്ക് ആദ്യം തോന്നിയത് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. കാരണം അത്രയും തിരക്കും ബഹളവും വെയിലും. അപ്പോൾ ആ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ പോയി അവിടെ നിന്നൊരു ബിരിയാണിയും കഴിച്ചു. അത് വൻ ക്ഷീണമായി പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ എങ്ങോട്ടും പോയില്ല. തിരിച്ച് വണ്ടി പിടിച്ചു ഹോസ്റ്റലിലേക്ക്.